അതെ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ തരാം. അല്ല ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ എഴുതി. ഒമ്പത് 10 ആ ചോദ്യം എഴുതിക്കോ കേട്ടോ. 9, 10 ആവുമ്പോ സമയം എത്രക്കാരം? സമയമല്ല, ആംഗിൾ കേട്ടോ. 9, 10 കോണളവ്. 9 മൈനസ് 10 എന്ന് പറയുമ്പോ എവിടെക്കാരം? 2 അല്ലേ? 2-ലല്ലോ അല്ലേ 10 എന്ന് പറയുമ്പോ സൂചി. 9 മൈനസ് 2 പറഞ്ഞാല് 7. 7 ഇൻറ്റു 30. 3 210. 210 ഡിഗ്രി. ഇനി ഇതിൽ കൂടെ എന്ത് ചെയ്യണം? വരുന്നുണ്ട്. മൈനസ് വരുന്ന ചെയ്യണം, പ്ലസ് വരുന്ന വേണ്ട. അത് എന്ത് ചെയ്യാന്നോ, പ്ലസ് മൈനസ് തന്നെ ആക്കി ഇട്ട് കൊടുക്കാം. ബോർഡ് മാസ് അറിയില്ലേ? അറിയില്ലേ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ എപ്പോഴും എന്താണ്? പ്ലസ് ഇതിന്റെ പകുതി 10 അല്ലേ? ഇതിന്റെ എന്ത് ചെയ്യാ? പകുതി കൊടുക്കുക. പകുതി എത്രയാണ്? 5. 215. ഓക്കെ. അതായത് ഇനി മറ്റേ കോണാണ് വേണ്ടതെന്ന് വെച്ചാല് 360 മൈനസ് 215 കൊടുത്താൽ മതി. ഓപ്പോസിറ്റ് കോണ് കിട്ടും. ഏത് ചോദിച്ചാലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 215 കൊടുത്താൽ മതി. കാരണം 2 ആംഗിൾ ഉണ്ടാവും. 9, 10 എന്ന് പറയുമ്പോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഇവിടെ വലിയൊരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ. ഈ വലിയ ആംഗിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര? 215 ഡിഗ്രി. ഈ ആംഗിൾ ആണ്. അപ്പോ ഈ ആംഗിൾ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 215. ഓക്കെ. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടുത്തെ ആംഗിൾ കിട്ടും. എത്ര വരാ? 10 ന്ന് 5 പോയാ 5. 6 ഉണ്ടോ? ഇല്ല. 5 ന്ന് 1 പോയി കഴിഞ്ഞാ 4. ഇനി ഇവിടെ എത്ര ഉണ്ടാവാ? 3 2 പോയാ 1. 145. അതാക്കാരം ഇവിടെ. നേരം എന്താണ്? 150. 6 മണിയാവുമ്പോ എത്രക്കാരം? 180. അതേപോലെ 3:45. 3:45 അല്ല വരിക, 45 കഴിയും. കാരണം കുറച്ച് പോരും. അതായത് 3:47, 47 ആ ഒരു ഇതിൽ വരുമ്പോഴാണ് എന്ത് വരിക? 180 ഡിഗ്രി. ഇതൊക്കെ ആയോ? ഓക്കെ അല്ലേ? 215 ഡിഗ്രി. ഇനി ഈ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ 360 മൈനസ് 215 ചെയ്താൽ മതി. മണിക്കൂർ സൂചിന്റെ മിനിറ്റ് സൂചിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതല്ല ശരിക്കും വരിക. മിനിറ്റ് സൂചിന്റെ മണിക്കൂർ സൂചിന്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അത് ചോദ്യം, അതായത് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ഓപ്ഷനിൽ. എങ്ങനെയാണ് ഏതാണെന്ന് മനസ്സിലാവാൻ അത് എന്താണോ, ചിലപ്പോ രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അത് ചോദ്യത്തില് ആണ് അതിന്റെ ഇത് വരില്ല. നമ്മളെന്താ നോക്കല് വെച്ചാല് ഇത് ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേത് PSC ആണ്. അല്ലാ, ഇതൊക്കെ നോക്കൂല്ലേ? പ്രൂഫ് റീഡിങ്ങിന്റെ ആളാണല്ലേ? ഓക്കെ. അതെ, ആൻസർ ഷീറ്റില് OMR ഏതല്ലേ നോക്കുക. ചിലപ്പോ 145 ആവും ഉണ്ടാവുക, ചിലപ്പോ 215 ആക്കാറ് ഉണ്ടാവുക. ഇത് ഞാൻ ചെയ്തുതരാം ടീച്ചറെ, ഞാൻ ചെയ്തുതരാം. ഇങ്ങോട്ട് നോക്കിക്കോളിട്ടോ, കൺഫ്യൂഷൻ ഒഴിവാവാൻ അതൊന്നല്ലേ. 4:40 അല്ലേ? 4 എഴുതി മൈനസ് 40 എന്ന് പറയുമ്പോ സൂചി എവിടെക്കാരം? 8 അല്ലേ?
സമം എത്ര വരിക? 4 മൈനസ് 4 അല്ലേ ഇവിടെ വരിക. ഇനി എന്ത് ചെയ്യാ? ഈ മൈനസ് 4 ഇൻറ്റു 30 എത്ര വരിക? 120. മൈനസ് ഇല്ലേ? മൈനസ് 120 പ്ലസ് 15. നേരത്തെ ഇതിന്റെ പകുതി പ്ലസ് എന്താണ്? ഇതിന്റെ പകുതി അല്ലെ? മിനിറ്റിന്റെ പകുതി പ്ലസ് തന്നെ കേട്ടോ. നിങ്ങൾ പ്ലസ് പഠിച്ചാൽ മതി. ഞാൻ മൈനസ് ആണ് ഒഴിവാക്കാം. എല്ലാത്തിലും പ്ലസ് ആക്കാം. ഞാൻ മൈനസ് എങ്ങനെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ പകുതി പ്ലസ് പകുതി എന്ന് പറയുമ്പോ എത്ര വരിക? 20. ഇനി ഇവിടെ നോക്കാണി, ഇവിടെ മൈനസും വന്നു പ്ലസും വന്നു. പ്ലസും മൈനസും വന്ന് എന്താ ചെയ്യാ? വന്നാൽ എന്താ ചെയ്യാ? പ്ലസും മൈനസും വന്നാ എന്ത് ചെയ്യും? എന്നാ പിന്നെ അവൻ പടിയല്ലോ, രണ്ടും ഒറ്റയടിക്കാൻ തീർക്കാം. പ്ലസും മൈനസും വന്ന എന്താ ചെയ്യാ? പ്ലസും മൈനസും വന്ന എന്താ ചെയ്യാ? അതന്നെ, വലുതിന്ന് മൈനസ് ചെറുത് അല്ലെ? വലുതിന്ന് എന്ത് ചെയ്യാ? ചെറുത് കുറക്ക, മൈനസ് ചെയ്യാ. എന്ത് ചെയ്യാ? വലുതിന്റെ ചിഹ്നം. ഓക്കെ, പ്ലസും മൈനസും വന്ന എന്താണ്? വലുത് മൈനസ് ചെറുത്. എന്നിട്ട് എന്ത് ചെയ്യാ? വലുതിന്റെ ചിഹ്നം ഇടുക. വലുതിന്ന് ചെറുത് കുറക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ടീച്ചർ ഇനി ആ മിനിറ്റ് സൂചി എത്രയുമേന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇരട്ടി എടുത്തുകാണ്ട് ഇരട്ടി എടുക്കുക. ഇപ്പൊ മിനിറ്റ് സൂചി 40, അതിപ്പോ ഏത് സംഖ്യമേന്ന് നമുക്ക് ആലോചിച്ചുണ്ടാക്കണ്ടേ? അതിനെന്ത് ചെയ്താൽ മതി? അതിന്റെ ഇരട്ടി എടുക്കുക. 40ന്റെ ഇരട്ടി എത്ര? 80. ആ 0 ഒഴിവാക്കിയാൽ മതി. എത്രയുമേ കാരം? 8 കാരം. അപ്പൊ 35 പറഞ്ഞു. 35 എന്നൊക്കെ പറയുമ്പോ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 35ന്റെ ഇരട്ടി എടുക്കുക. എത്ര? 7. ആ 0 ഒഴിവാക്കുക. എത്ര കാരം? 7. ഓക്കെ അല്ലേ? അടുത്ത ചെയ്യൂലേ? റെഡി അല്ലേ? 3 20. 3 20. ഇനിയൊക്കെ പ്ലസ് ചെയ്താൽ മതി കേട്ടോ. അവിടെ ആ പ്ലസും മൈനസും വരുമ്പോ എന്താന്നില്ല ഒന്ന് അതും പഠിക്കാലോ. ബോർഡ് മാസ് 30 ഡിഗ്രി. ഇനി കുറക്കാനാ കൂട്ടാനാന്നല്ല ആലോചിക്കണം. എത്ര ഓർക്കേണ്ടി വരാ? നിങ്ങൾക്കില്ല പറഞ്ഞുതരാം. 3:20 അല്ലേ? അപ്പൊ ആ 3:20 എന്ന് പറയുമ്പോ ഒന്ന് 4 കാരം, ഒന്ന് 3 കാരം. പക്ഷെ ആ 3 കുറച്ചിങ്ങോട്ട് പോന്നിക്കൂല്ലേ? താഴത്തേക്കല്ലേ പോരാ? ഇനി ഇങ്ങോട്ടല്ലേ പോരിന്? അപ്പൊ അവിടെ 30 ഒരു ഗ്യാപ്പ് 30. പക്ഷെ അവിടെ 30 തികച്ചുണ്ടാവോ? ഇല്ല. അപ്പൊ അവിടെ കുറച്ച് കുറക്കാണ്ടാവും. ആ കുറക്കാല് എത്ര എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. മിനിറ്റിന്റെ പകുതി എത്ര? 10. അപ്പൊ 30 എത്ര കുറക്ക? 10. അപ്പൊ എത്ര ഉണ്ടാവുക? വെറും 20. 3 ആംഗിളല്ല. കഴിഞ്ഞോ? യെസ്, കറക്റ്റ്. അത് നോക്കിയാൽ മതി. കറക്റ്റ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ, കൂട്ടാനാണോ കുറക്കാനാണോ നോക്കുക. അതാണ് ഇവിടെയുള്ള പ്രശ്നം. കൂട്ടാനാണോ കുറക്കാനാണെന്നില്ലേ? ഇപ്പൊ 3:20 ആകുമ്പോ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ 3:05 3:10 ഒക്കെ ആണെങ്കിൽ എന്താ കാരം? അത് കൂട്ടാനാകാരം. കാരണം 3ന്റെ പുറത്ത് താഴത്തേക്കാണ് വരിക. അതാണ് ബിൽക്കുള്ള കൺഫ്യൂഷന്. ചെയ്തുതരാം. 3:20. 3 മൈനസ് 20 എന്ന് പറയുമ്പോ എത്ര കാരം? 20ന്റെ ഇരട്ടി എടുക്കുക, 40. അപ്പൊ എവിടെ വരിക? 4. 3 മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? -1 ഇൻറ്റു 30. -1 ഇൻറ്റു 30. ഈ 30 എവിടുന്ന വരുന്നതെന്ന് അറിയില്ലേ? ഓരോ ഗ്യാപ്പും 30 അപ്പോ -30 പ്ലസ് പകുതി. 20ന്റെ പകുതി എത്ര?
10 മൈനസും പ്ലസും വന്നു. എന്താ ചെയ്യാ? വലുതിന്ന് ചെറുത് കുറക്കുക, വലുതിന്റെ ചിഹ്നം. വലിയ സംഖ്യ ഏതാ അവിടെ? 30. അപ്പൊ 30 മൈനസ് 10 എത്ര വരിക? 20 ഡിഗ്രി. റെഡി അല്ലേ? ഞാൻ ഈ പ്ലസും മൈനസ് കൂടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മറ്റേത് വേറെ ഇത് വേറെ ആക്കിയതാണ്. അപ്പൊ അതിലേറെ റെഡി അല്ലേ? ഇനി ഏത് ക്വസ്റ്റ്യനും ചെയ്യൂലേ? അല്ലേ? റെഡി അല്ലേ? ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ? എന്നാ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തോളി. ഇതിന്റെ LCM ഇത് ക്വസ്റ്റ്യൻ എഴുതിക്കോളി കേട്ടോ. 3, 4, 6 LCM എത്ര? ലസാഗു 4, 6. കറക്റ്റാ. അതിനറിയാ ചോറ് സെറ്റാക്കി വെച്ചു. ലസാഗു ഓണായി മറ്റേ കത്തിയിട്ടില്ല ക്ലോക്കിന്റെ. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നോണ്ടേ. 12. ഇത് കിട്ടിയോ? എല്ലാരും കിട്ടിയില്ലേ? സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്? ആദ്യം വലിയ സംഖ്യ നോക്ക. ഇതിത്തെ വലിയ സംഖ്യ നോക്ക. ഈ വലുതില് 6 ആയിരിക്കണം 3. കറക്റ്റ് ആൻസർ ഉണ്ടോ? ഉണ്ട്. 6 ആയിരിക്കണം 4 കറക്റ്റ് ആൻസർ ഉണ്ടോ? ഇല്ല, ഇത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ അടുത്തത് എടുക്കുക. 6 × 2. 6 × 2 എത്ര വരിക? 12. ഈ 12 ആയിരിക്കണം 3 ആൻസർ ഉണ്ട്. 12 ആയിരിക്കണം 4 ആൻസർ ഇല്ലേ? അപ്പൊ ഇതിന്റെ LCM എത്രയാണ്? 12. LCM എത്രയാണ്? 12. 5, 10 ചെയ്തോക്കാണിവേ. 5, 10. 5, 10 എത്ര ഗ്യാപ്പ് ഉണ്ടോക്കാണ് അതിന്റെ അടിയില്? 5, 10 ആവുമ്പോ ടൈമല്ല LCM. അതിന്റെ കോണ് ഇവിടെ എത്രയാണ് കോണ് വരികന്നില്ലേ? 5, 10 അല്ല ആംഗിള് ട്ടോ. ഇവിടെ എത്രയാണ് സമയം? 5, 10. നേരെ 5ന്ന് മൈനസ് 10. 10 എന്ന് പറയുമ്പോ ഏതാ കാരണം? ഇതേ സൂചി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇരട്ടി എടുക്കുക. എത്ര വരിക? 10ന്റെ ഇരട്ടി 20. ഈ 0 ഒഴിവാക്കിയാൽ മതി. അപ്പൊ എത്രയാണ്? 2. 2 മേക്കാരം എന്തുണ്ടാവുക? സൂചി ഉണ്ടാവുക. ഓക്കെ. അപ്പൊ 10 എന്ന് പറയുമ്പോ 2. 5 മൈനസ് 2 സമയം എത്ര വരിക? 3 × 30. 3 × 30 പറയുമ്പോ 90 പ്ലസ് ഇതിന്റെ പകുതി എത്രയാണ് വരിക? 95. കേരളം എന്നോ നിലവിൽ വന്നേ? കേരളം 1956 നവംബർ 1. കേരളം നിലവിൽ വന്നപ്പോ എത്ര ജില്ലകളുണ്ട്? 5 ജില്ല. ഏതൊക്കെയാണ്? മലബാർ, മലബാർ, തിരുവനന്തപുരം. തിരുവനന്തപുരം ഉണ്ട്. പിന്നെ കോട്ടയം, കൊച്ചില്ല. കൊച്ചൊന്നും ജില്ല എപ്പോഴും ഇല്ല, പഴയതും അല്ല. മലബാർ. കേരളം നിലവിൽ വന്നപ്പോ തന്നെയുള്ള ജില്ലകള് ഏതൊക്കെ? 5 ജില്ലകളാണില്ലേ? ഏതൊക്കെ? മലബാർ ഉണ്ട്, കോട്ടയുണ്ട്, പിന്നെ കൊച്ചില്ല, കൊല്ലം. മലബാർ, കോട്ടയുണ്ട്, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ മലബാറുണ്ട്, കോട്ടയുണ്ട്, കൊല്ലുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, പിന്നെ അതൊന്നും കൂടി
5 ഒന്നായി 2 3 4 5 അഞ്ചാമത്തേതാ ഏതാണ് തൃശ്ശൂര് 5 ഓക്കെ 2 കെ 2K കൊല്ലം കോട്ടയം ഒരു M ഉണ്ട് മലബാർ ഒരു T തൃശ്ശൂര് 2K കൊല്ലം കോട്ടയം മലബാർ തൃശ്ശൂര് ഓക്കെ 2K ഏതൊക്കെ വരുന്നത് ഈ കൊല്ലം കോട്ടയം 2K മലബാർ പിന്നെ ഏതാ വരുന്നേ തൃശ്ശൂര് അതെന്താണ് കേരളം നിലവിൽ വരുമ്പോ തന്നെയുള്ള ജില്ലകള് 1956 നവംബർ 1 തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരം ഇതാ ടി ടി 2 ഉണ്ട് അല്ലേ കൊല്ലം കോട്ടയം മലബാർ തിരുവനന്തപുരം തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനമാണ് ഇത് തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം അതല്ല 1957 കുറെ ജില്ലകൾ നിലവിൽ വന്നിട്ടുണ്ട് ഏതൊക്കെ 1957 നിലവിൽ വന്ന ജില്ല ആ 1957 56 കേരളം വന്നു 57 ഏതൊക്കെ ജില്ലകളാണ് നിലവിൽ വന്നത് ഏത് കുറച്ച് ഓപ്ഷൻ 14 ഓപ്ഷൻ ഉണ്ട് 14 ഓപ്ഷൻ ഉണ്ട് പറഞ്ഞോളി 14 ഓപ്ഷൻ ഉണ്ടല്ലോ 14 ജില്ലയല്ലേ ഈ 4 5 ഒഴിവാക്കി മലബാർ കോഴിക്കോട് ഉണ്ട് സമ്മതിച്ചു വയനാടില്ല വയനാട് ഏറ്റവും 80കളിലാണ് എറണാകുളം 58 ആലപ്പുഴ ഉണ്ട് ട്രിക്ക് ഉണ്ട് കണ്ണൂര് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് കാസർഗോഡ് ലാസ്റ്റ് നിലവിൽ വന്നേ 1954 മലപ്പുറം എന്നാ വന്നേ അതും അറിയില്ലേ മലപ്പുറം എന്നാ മലപ്പുറം എന്നാ മലപ്പുറം എന്നാ 60കളിലോ ജൂണിലാണ് 1969 ഇത് നോക്കാം 57 നമുക്ക് ഫുൾ പഠിക്കാം തല മുതൽ പഠിക്കാം 57 അതൊക്കെ നോക്കിക്കോളിട്ടോ 1 ആലപ്പുഴ രണ്ടാമത്തത് പാലക്കാട് മൂന്നാമത്തത് കോഴിക്കോട് നാലാമത്തത് കണ്ണൂര് ഇതിനെങ്ങനെ കോഡാക്കും ചെയ്യാം ആല പാല കോഴി കണ്ണ 1957 ഏതൊക്കെയാണ് ആല പാല കോഴി കണ്ണ ഏതൊക്കെയാണ് ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂര് ഒക്കെ എന്താണ് 1957 ആല പാല കോഴി കണ്ണ 1957 ആല പാല കോഴി മലപ്പുറത്താ തല മുതൽ ഇങ്ങനെ പോരാ അപ്പൊ നിലവിൽ വരുമ്പോ ഏതൊക്കെയാണ് 56 വന്നപ്പോ ഏതൊക്കെയല്ലേ മലബാറ് കോട്ടയം കൊല്ലം തിരുവനന്തപുരം തൃശ്ശൂര് 57 ഏതൊക്കെ വന്നു ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂര് ഏതാണ് ആല പാല കോഴി കണ്ണ 1957 റെഡി അല്ലേ അപ്പൊ മാത്സ് എന്നൊക്കെ പോയി ഫ്രീ ആയില്ലേ ഇനി നമുക്ക് വീണ്ടും മാത്സ് ഒക്കെ തന്നെ വരാം വർക്ക് ആൻഡ് ടൈം ഇവിടെയാണ് നിങ്ങൾ ഇത് വേണ്ടത് കേട്ടോ LCM പഠിച്ചിട്ടില്ലേ ഇനിയാണ് അതിന്റെയൊക്കെ ഉപയോഗം വരിക തല മുതല് കൊടുക്കാം ഞാൻ ഇതിന്റെ നോട്ടന്നുണ്ട്
ഓക്കെ, ഫസ്റ്റ് ചോദ്യം എഴുതിക്കോളി കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതാം. 30 ആളുകൾ 15 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 25 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഓക്കെ, ഇത് റെഡി ആയില്ലേ? ക്വസ്റ്റ്യൻ കണ്ടോ? 30 ആളുകൾ 15 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 25 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? എത്ര? എങ്ങനെ കിട്ടി? നമ്മള് വീട്ടില് പണിക്കാർ വരുന്ന ആലോചിച്ചാൽ മതി. എന്ത് ചെയ്യാ? നേരെ ഗുണിക്കുക. അപ്പൊ 30 ആളുകൾ 15 ദിവസം വന്ന എത്ര പണിയെടുക്കും? 30 × 15 അല്ലെ? 30 × 15. അത് ആ പണി ഇനി എത്ര ആൾക്കാരെ എടുക്കുന്നത്? 25. അപ്പൊ ആ ടോട്ടൽ പണി എത്ര കിട്ടും? 30 × 15 ചെയ്യുമ്പോ ഒരു ഉത്തരം കിട്ടൂലേ? അതിന് എന്ത് ചെയ്താൽ മതി? 25 കൊണ്ട് ഹരിച്ചാൽ മതി. സിമ്പിൾ ആണ്. നേരെ എന്ത് ചെയ്യാ? 30 × 15 കൊണ്ട് ഗുണിക്കുക. അതിന് എത്ര ആൾക്കാരാണ് വരുന്നത്? അതുകൊണ്ട് ഹരിക്കാം. നോക്കാം. അപ്പൊ 30 ആളുകൾ 15 ദിവസം കൊണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ടോട്ടൽ വർക്ക് എത്ര വരുന്നത്? 30 × 15. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30 × 15 അല്ലേ? ഹരിക്കാം. അത് എത്ര ആളുകളാണ് ഈ ചെയ്യണത്? 25. നേരെ 25 ചെയ്യാം. ആൻസർ ആണ് ഇവിടെ കിട്ടുന്നതാണ്. എന്ത് ആൻസർ? അപ്പോ ഈ ഫസ്റ്റത്തെ ഇതും എന്ത് ചെയ്യാ? ഇൻറ്റു ചെയ്യാ. ഇതിനെന്ത് ചെയ്യാ? ഹരിക്കാം. ഇത് ഹരിക്ക എങ്ങനെ? ആ 25. 30 എത്ര വരുന്നേ? 18. നോക്കാം. അങ്ങനെ ചെയ്യണ്ട, നമുക്ക് വെട്ടി ചെറുതാക്കാം. ഇവിടെ 5 അല്ലേ? 25 എത്ര 5 ഉണ്ട്? 5. 30 എത്ര 5 ഉണ്ട്? 6. ഇനി വീണ്ടും ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. 1 5 5. 15 എത്ര 5 ഉണ്ട്? 3. 6 × 3 എത്ര? ഇനി ഇത് മാത്രമല്ല ഇവിടെ 6 × 3 18. ഇതാണ് എന്ത് ആൻസർ? 18 ഡേ. ചിലപ്പോഴേ ഇവിടെ ദിവസമല്ലേ ചോദിച്ചത്, ഇനി ഇവിടെ ദിവസം വന്നിട്ട് എത്ര ആളുകളെ കൊണ്ട് തീർക്കും ചോദിക്കും. അപ്പോഴെന്താ ചെയ്യുന്നത്? ഫസ്റ്റത്തെ 2 ഗുണിക്കുക, ഇവിടെ വരുന്നത് ഹരിക്കുക. അതായത് ഇത് 2 എപ്പോഴും എന്താ കാരണം? ഇൻറ്റു ആക്കാരം. ഇത് എപ്പോഴും എന്താ കാരണം? ഹരിക്കണം എന്ന് നോക്കണം. രണ്ടാമത് വരുന്നത് എപ്പോഴും എന്താ കാരണം? ഹരിക്കും ചെയ്യാം. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതില് വേറെ ഒന്നുമില്ല. അവർക്ക് ടൈം എഴുതി. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ചെയ്തോ? എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളി. അല്ല, ഇന്ത്യ പാക് അതിർത്തിന്റെ പേരെന്താ? ഇപ്പൊ നടക്കുന്ന യുദ്ധമാണല്ലോ. ഏതാ എന്നെ? ഏതാ? ഇന്ത്യ റാഡ് ക്ലിഫ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ചൈന മക്മോഹൻ. ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ. ഇവിടെയൊക്കെ ഇതുണ്ട് കേട്ടോ. റാഡ്ക്ലിഫ് ലൈൻ, മക്മോഹൻ ലൈൻ. അപ്പോ ഇന്ത്യ പാക് പറയുമ്പോ റാഡ്ക്ലിഫ്, ഇന്ത്യ ചൈന എന്ന് പറയുമ്പോ മക്മോഹൻ ലൈൻ. ഇന്ത്യ ശ്രീലങ്കയോ? ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്ക. പാക് സ്ട്രീറ്റ്, പാക് കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇത് മനസ്സിലായോ? ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോ 4 ആള് നിങ്ങളെ വീട്ടിൽ പണിക്ക് വന്നു, 2 ദിവസം കൊണ്ട് തീർന്നു.
അതേ സ്ഥാനത്ത് 8 ആള് വന്ന എത്ര ദിവസം മതി? ഒരു ദിവസം കൊണ്ട് തീരൂലേ? വർക്ക് ആൻഡ് ടൈം ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റാ വരും കേട്ടോ. അതായത് നമ്മള് സാധാരണഗതിയിൽ എന്താ ചെയ്യാ, കൂടാണെന്ന് കരുതും. പക്ഷെ എന്താണ്, നേരെ ഓപ്പോസിറ്റ് കുറയാണ് ചെയ്യാം. 4 ആള് വരേണ്ട അടുത്തേക്ക് 8 ആള് വന്നാല് 2 ദിവസം എന്നില്ല എത്ര ദിവസമായിട്ട് ചുരുങ്ങും? ഒരു ദിവസമായിട്ട് ചുരുങ്ങും. ഓക്കെ. ഈ 16ന്റെ ഇരട്ടിയാണ് എന്ത്? 32. അപ്പൊ ഇവിടെ 20 എന്നുള്ളത് എന്താവും? 10 ആയിട്ട് കുറയും. ഇരട്ടി ആവൂല, 10 ആയിട്ട് ഇങ്ങോട്ട് കുറയും. അത് തരൂല. അല്ലാ, 16 ആളുകൾ 20 ദിവസം അല്ലേ? 16 × 20 ബൈ 32. 16 × 20 ബൈ 32. ഇവിടെ ഒരു 16. 32 എത്ര 16? 2 16. ഇനി ഇവിടെ 2 20 10 കഴിഞ്ഞില്ലേ? ആൻസർ എത്ര? 10. ആൻസർ എത്ര കിട്ടിയത്? 10. അപ്പൊ ഇവിടെ നിന്ന് ആൻസർ കിട്ടണം കേട്ടോ. കാരണം ഇവിടെ 16 ഇരട്ടിയായ ഇവിടെ നേരെ എത്ര ആവും? പകുതിയാവും. അത്ര ആലോചിച്ചാൽ മതി. ജോലി വർക്ക് ആൻഡ് ടൈമിൽ മാത്രം ഇത് ഇരട്ടിയായി കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തായി മാറും? പകുതിയായിട്ട് മാറും. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെ ജില്ലകളെ പറഞ്ഞേ? 1956 നവംബർ 1 നിലവിൽ വന്ന ജില്ലകൾ ഏതൊക്കെ? കേരളം വന്നപ്പോ തന്നെ നിലവിലുള്ള ജില്ലകള്: തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, മലപ്പുറം ഏതൊക്കെ? മലബാർ, തൃശ്ശൂര്. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു 1957 നിലവിൽ വന്നത് ഏതൊക്കെ? ആലപ്പാല, കോഴിക്കണ്ണ, 57. ഏതൊക്കെയാണ്? ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്. ഇനി 57 നമ്മൾ പറഞ്ഞു. 1958 ഒരു ജില്ല വന്നിരിക്കുന്നു, ഒന്നുള്ളൂ. 1958 അല്ല 1958 വയനാടല്ല, മലപ്പുറം അല്ല. 58 ഏതാ? അതന്നെ. ഏതാണ്? എറണാകുളം. 1958 ഏപ്രിൽ 1 ഏതാണ്? എറണാകുളം EKM അല്ലേ? എറണാകുളമാണ് എന്ത് വന്നത്? 1958 ഏപ്രിൽ 1 നിലവിൽ വന്നത്. അപ്പൊ ഏതുവരെ പഠിച്ചു? 58 വരെ എത്തിയിട്ട് എത്ര ജില്ലയായി? ഫസ്റ്റ് 5 ജില്ല പറഞ്ഞു, പിന്നെ 4 പറഞ്ഞു, 10 ആയില്ലേ? ഇനി 4 ജില്ലയും കൂടി ഉള്ളല്ലോ. പക്ഷെ അതിന് 2 ഒഴിവാക്കാണ്ട്. മലബാർ ഇപ്പൊ അല്ലല്ലോ, അപ്പൊ 9 ഉണ്ടാവുള്ളൂ. കോഴിക്കോട്, മലപ്പുറം അവിടെ വിഭജിച്ചില്ലേ? ഫുള്ളായിട്ടാണ് എടുത്തൂലേ? റിയൽ എസ്റ്റേറ്റ് തന്നെ. അവസാനം നിലവിൽ വന്നേതാ അതറിയില്ലേ? ലാസ്റ്റ് ഏറ്റവും ചെറിയ കുട്ടി ഏതാ കേരളത്തിന്റെ? ഏതാ ചെറിയ കുട്ടി? കാസർഗോഡ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? ചെറിയ കുട്ടീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? ചെറിയ കുട്ടീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? നിങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലേ? ചെറിയ കുട്ടീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? കേരളത്തിന്റെ ചെറിയ കുട്ടീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? എന്നാ? 1984 മെയ് 84 ആര്? 23 കേട്ടോ. കാസർഗോഡ്. ഇത്ര മതി. ആദ്യം 84 വർഷം പഠിച്ചു, പിന്നെ നമുക്ക് ബാക്കി 4 താലൂക്കോ? നമുക്ക് 6-7 താലൂക്കില്ലേ? രൂപീകരിച്ചപ്പോ അങ്ങനെയാണോ? അങ്ങനെ അതെനിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ, നോക്കണം. അപ്പോ 1954 ആരാണ്? കാസർഗോഡ്. കാസർഗോഡാണ് എന്ത്? ഏറ്റവും ചെറുത്, അവസാനം നിലവിൽ വന്ന ജില്ല. 1954 മെയ് 23 എന്ത് ചെയ്തത്? കാസർഗോഡ് നിലവിൽ വന്നത്. 12 ആളുകൾ 18 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ വേണം? എത്ര വരാ? 12 × 18 ഗുണിച്ച × 18. 12 × 18 ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര വരാ?
12 ഇൻറ്റു 18 ആ 27. എത്ര കിട്ടിയേ ആൻസർ? 20. ആ നോക്കിക്കോളി എങ്ങനെ വരുന്നേ ആണ് 12 ഇൻറ്റു 18 ഹരിക്കണം എത്ര 8. ഇവിടെ 12 8 ഇതിനെ വെട്ടിക്കൂടെ 12 എത്ര 4 ഉണ്ട് 3 അല്ലെ 8 എത്ര 4 ഉണ്ട് 2. 3 ഇൻറ്റു 4 12 2 ഇൻറ്റു 4 8 അല്ലെ. അപ്പൊ ഇതിലൊക്കെ വെട്ടിയിട്ട് എന്തായി 3ഉം 2ഉം. ഇനി 2ഉം 18ഉം വെട്ടിക്കൂടെ ഒരു 2 2 18ന്റെ പകുതി എടുക്കുക 2 ഹരിക്കാരൻ എത്രയാണ് പകുതി എടുക്കുക 18ന്റെ പകുതി എത്ര 9. 3 ഇൻറ്റു 9 എത്ര വരിക 27. 27 എന്താണ് ആളുകളാട്ടോ മെന്നാണ്. ആരാണ് സിവില് ആ 27. അവൾക്ക് പിന്നെ പണ്ട് കണക്ക് കറക്റ്റ് അറിയുണ്ടാവും. 27 ആളുകൾ. അടുത്ത് 1984 വന്നത് ഏതാ നമ്മൾ പറഞ്ഞു 84 വന്ന ജില്ല ഏതാ 1984 കാസർഗോഡ് അല്ലെ. ഇനി 1982 ഏതാ ഏതാ പത്തനംതിട്ട. 1982 പത്തനംതിട്ട. പത്തനംതിട്ട 1982 പത്തനംതിട്ട. 84 കാസർഗോഡ്. 82 പത്തനംതിട്ട. 80 വയനാട്. 80 ഏതാണ് വയനാട്. ഇനി ആകെ എത്ര ജില്ല ഉള്ളൂ ഒന്ന് എണ്ണി നോക്കാണ് എത്ര ആയിന്ന്. ആ മലപ്പുറം ഇടുക്കി പിന്നെ ഏതാ വയനാട്. വയനാട് പറഞ്ഞില്ലേ 80 വയനാട്. ഇനി ഏത് മാത്രമേ ഉള്ളൂ കോട്ടയൊക്കെ പറഞ്ഞു 2 ജില്ല ഉള്ളൂ ഇടുക്കി മലപ്പുറം. മലപ്പുറം ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞാല് മോശമായി. ആ 1969 ആണ് 1969. ഈ 1969 വേറൊരു സാധനം കൂടി നിലവിൽ വന്നിരിക്കണം അറിയോ എന്താ 1969 ഇന്ത്യന്റെ ഒരു പ്രധാനപ്പെട്ട സാധനം നിലവിൽ വന്നിരിക്കണേ എന്താ അറിയോ ISRO. ഏതാ ISRO 1969 ഓഗസ്റ്റ് 15 എന്ത് നിലവിൽ വന്നത് ISRO. ഇസ്രോ അല്ലേ. ആസ്ഥാനം എവിടെ ISROന്റെ ആസ്ഥാനം തുമ്പല്ല. തുമ്പ VSSന്റെ ആസ്ഥാനം. VSSC ആണ് തുമ്പ. ബാംഗ്ലൂര്. ISROന്റെ അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂരാണ് എന്ത് ISROന്റെ ആസ്ഥാനം. ISRO നിലവിൽ വന്നത് എന്നാണ് 1969. ആസ്ഥാനം കിടക്കുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏതാ സാമ്പത്തികം മുംബൈ. കാരണം എന്താ അവിടെയാണ് നോട്ടടിച്ച സാധനം എന്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മുംബൈ. അതുകൊണ്ട് മുംബൈ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ് മുംബൈ ആണ്. ജില്ല ഞാൻ അപ്പൊ 2 കൂടി ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ. 57 നിലവിൽ വരുമ്പോഴല്ലേ ജില്ലകൾ ഏതൊക്കെ അതല്ല 56 കേരളം നിലവിൽ വരുമ്പോഴല്ലേ ജില്ലകള് കൊല്ലം കോട്ടയം തിരുവനന്തപുരം തൃശ്ശൂര് മലബാർ. കൊല്ലം കോട്ടയം തിരുവനന്തപുരം തൃശ്ശൂര് മലബാർ. 57 ഏതൊക്കെയാണ് നിലവിൽ വന്നത് 57 പാല കോഴി കണ്ണ ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂര്. 57 58 ഒന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഏതാ എറണാകുളം.
പിന്നെ 1969 ആര് വന്നു എന്ന് പറഞ്ഞു? മലപ്പുറം. ISR വന്നു, മലപ്പുറം വന്നു. ഇനി 1980 ആരാ? വയനാട്. 1982 പത്തനംതിട്ട. 1984 ചെറിയ കുട്ടി വരുന്നത്. എത്രയാണ്? കാസർഗോഡ്. 1984 കാസർഗോഡും നിലവിൽ വന്നു. ഓക്കെ, ഇനിയിപ്പോ ആകെ ഒരു ജില്ലകൾ പറയാം. ഏതാ? ഇടുക്കി. എന്നാ? ഇടുക്കി എന്നാ? അല്ല, കുറച്ച് ബാക്കിക്ക്. 70 ആണ്. അല്ല, ഒന്നുകൂടി. 2. 1972 എന്ത് നിലവിൽ വന്നത്? ഇടുക്കി. 14 ജില്ലയായില്ലേ? 1972 ഇടുക്കി നിലവിൽ വന്നു. ഇനിയൊക്കെ ചോദിക്കൂട്ടോ, പോകുമ്പോഴത്തിനൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം പോവാന്. 1972 ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവാ, തല മുതൽ. അങ്ങോട്ട് 8 കുട്ടികൾ 9 ദിവസം കൊണ്ട് തീർക്കും. ഇതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാന് എത്ര കുട്ടികൾ അധികം വേണം? 9 ദിവസം കൊണ്ട്. 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര കുട്ടികൾ വേണം? ആൻസർ എഴുതി. ഓപ്ഷൻ തരാം. A 12, B ഉണ്ടോ? 6. നോക്കാം. B 8, C 4. ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ, ഓപ്ഷൻ എഴുതിയാൽ മതി. നിങ്ങളെ എഴുതി. 12, 8, 4. ആൻസർ കിട്ടിയല്ലോ. ആരൊക്കെ? ഏ 12. തെറ്റാണ്. ബി ആൻസർ കിട്ടിയത് ആരെങ്കിലും? ഇല്ല. സി ഇല്ല. നിങ്ങോട്ട് നോക്കിക്കോളിട്ടോ, എന്താണ് കുഴപ്പം? 12 അല്ല നിങ്ങൾക്കൊക്കെ കിട്ടിയേ. ഇതന്നെ PSCന്റെയും പ്രശ്നം. ഓപ്ഷനും 12 ആക്കാരം. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആക്കാരം, പെരീക്ക് എത്തുമ്പോൾ മാർക്ക് ഉണ്ടാവില്ല. നിങ്ങളെ കണക്കിൽ ഇപ്പൊ ഇത് ശരിയല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. അല്ല, ഇനി എന്താ പ്രശ്നം നോക്കിക്കോളി. ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. എത്ര കുട്ടികൾ അധികം വേണം? അധികം വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി എത്ര കുട്ടികളുണ്ട്? 8. ഇതിന്റെ മുകളിൽ എത്ര കുട്ടികൾ വേണമെന്നാ ചോദിച്ചിട്ടുള്ളത്. എത്ര മതി? 4. ആൻസർ ഏതാ? സി ഓപ്ഷൻ ഏതേനു? എന്തുകൊണ്ടാ? ഇനി പറഞ്ഞതാ. 8 കുട്ടികൾ എത്ര ദിവസം കൊണ്ടാ ചെയ്യാ? 8 × 9 എത്ര വരും? ബൈ എത്ര? 6. 2. ഇതിനെ 4 ആക്കാം, ഇതിനെ 3 ആക്കാം. 1 3 3 3 3 4 3 12. ഇത് കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടി. ക്വസ്റ്റ്യൻ എന്താ? എത്ര കുട്ടികൾ അധികം വേണം? 12 കുട്ടികൾ. മൈനസ് ഓൾറെഡി ഇവിടെ എത്ര കുട്ടികളുണ്ട്? 8. -8 സമം 4 കുട്ടികൾ കൂടി എന്ത് വേണം? 4 കുട്ടികൾ കൂടി വേണം. ഓക്കെ, ഇത്ര ഉള്ളു പ്രശ്നം PSCക്ക്. അപ്പൊ നമ്മൾ കണ്ടതാക്കാരം പഠിച്ചതാക്കാരം കാണുമ്പോൾ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതും, ആൻസർ എഴുതും. കാരണം 8 × 9 ആയിരിക്കണം 6. നമുക്കറിയാം ചെയ്യാന്. അത് എഴുതും, ആൻസർ കിട്ടും. എത്ര? 12. ഓപ്ഷൻ എവിടെ ഉണ്ടാവും? 12 ഉണ്ടാവും. അത് എഴുതും. അത് എഴുതി കഴിഞ്ഞ് കണ്ട് വീട്ടിലേക്ക് എത്തിയ OMR എടുത്ത ആൻസർ കീ നോക്കുമ്പോഴാക്കാരം എന്ത് വരിക? മൈനസ് ഇവിടെ 4 ആൻസർ എന്ന് വരിക. എന്ത്?